മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നേരെ CPM ഹാൻഡിലുകളിൽ നിന്ന് സൈബർ ആക്രമണം. മമ്മൂട്ടിയോട് പരസ്യമായി ക്ഷമ ചോദിച്ചതിനാണ് ആക്രമണം. ഇതിൽ ആരാണ് ശരി? ശ്രീ പിണറായി വിജയനാണോ അതോ സൈബർ സഖാക്കളാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്ന ചോദ്യം. അതായത് നമ്മുടെ മഹാനടനായ മമ്മൂട്ടി വയനാട് സന്ദർശിച്ചപ്പോൾ റഫീഖിനോട് മാറി നിൽക്കാൻ പറഞ്ഞ പേരിൽ വലിയൊരു വിവാദം ഉണ്ടായി. അതിൽ CPMന്റെ ഭാഗത്ത് നിന്ന് 3 പ്രതികരണങ്ങൾ ഉണ്ടായി. ഒന്ന്, ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല, മമ്മൂട്ടിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായില്ല എന്ന് പറയുന്ന ചിലരുണ്ടായി. 2, മമ്മൂട്ടിയെ കടന്നാക്രമിക്കുന്ന ചില ആൾക്കാരുണ്ടായി. മമ്മൂട്ടി മനുഷ്യനാകണമെന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി എന്തോ മോശക്കാരനാണ്, മമ്മൂട്ടി റഫീഖിന് താഴെയാണ് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടായി. 3, പാർട്ടി ലൈനിന് വേണ്ടി വെയിറ്റ് നിൽക്കുന്നവരും, എന്നാൽ അവർ കൂടുതൽ ലീൻ ചെയ്തത് മമ്മൂട്ടിയെ തള്ളി പറയുന്നതിലൂടെയാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആരോടെങ്കിലും പബ്ലിക്കലി മാപ്പ് പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. അതും പരസ്യമായി മാപ്പ് ചോദിക്കുന്നു എന്ന് ശ്രീ പിണറായി വിജയന്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും. ഞാൻ പെട്ടെന്ന് എൻ്റെ റീസെന്റ് ഓർമ്മയിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോ മുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പൊ സൈബർ ആക്രമണം നടക്കുക. അതായത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് എന്തായാലും ആ വാർത്ത പെട്ടെന്നൊന്ന് കേൾക്കാം, എന്നിട്ട് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെറുതെ വിടുന്നില്ല CPMന്റെ സൈബർ കടന്നലുകൾ. വയനാട് ടൗൺഷിപ്പ് സന്ദർശന വിവാദത്തിൽ മമ്മൂട്ടി ജില്ലാ സെക്രട്ടറി റഫീഖിനോട് മാറി നിൽക്കാൻ പറഞ്ഞ ദൃശ്യങ്ങൾ ഏറെ വൈറലാവുകയും അതിന് പിന്നാലെ മമ്മൂട്ടിക്കെതിരെ വലിയ സൈബർ ആക്രമണം CPM ഹാൻഡിലുകളിൽ നിന്നും CPM പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഹാൻഡിലുകളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൽ ഇന്നലെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ, പിണറായി വിജയന്റെ ഒരു ക്ഷമയോ മാപ്പോ സാക്ഷാൽ പിണറായി വിജയൻ നമ്മൾ അധികം കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് ഈ തലമുറയിലുള്ളവർ. അപ്പോൾ പിണറായി വിജയൻ തന്നെ മാപ്പ് പറഞ്ഞത് സത്യത്തിൽ പലരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ ആ പരസ്യ മാപ്പ് പറച്ചിൽ പാർട്ടിയിൽ തന്നെ പലർക്കും ദഹിച്ചിട്ടില്ല, പ്രവർത്തകർക്ക്. അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണം പിണറായി വിജയനെതിരെയും ഉണ്ടായി. സാമൂഹിക മാധ്യമങ്ങളിൽ അമർഷവുമായ ഇടത് സൈബർ സംഘങ്ങൾ ഇപ്പോഴും രംഗത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചും ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യം ഇന്നലെ മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാരോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിന്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമത്ത് മമ്മൂട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നുവെന്നാണ്. CPIMന്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ, മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതായത് CPMന്റെ ആൾക്കാർ തന്നെയാണ് ആക്രമിച്ചെന്ന് വ്യക്തമായില്ലേ. ചില CPM സഖാക്കൾ അങ്ങനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. CPMന്റെ ആൾക്കാർ തന്നെയാണ് മമ്മൂട്ടിയെ ആക്രമിച്ചതെന്ന് മുഖ്യമന്ത്രി സാക്ഷ്യപ്പെടുത്തുകയാണ്. അത്തരത്തിലൊരു പ്രചരണത്തിന്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ CPIMന്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇതായിരുന്നു ശ്രീ പിണറായി വിജയൻ ആദ്യമായിട്ടാണ് മാപ്പ് പറയുന്നത് കാണുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ CPMന്റെ ഏറ്റവും പരമോന്നതനായ നേതാവാണ്, സംശയമൊന്നുമില്ല. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന CPM നേതാവും ഏറ്റവും പവർഫുൾ ആയ CPM നേതാവാണ്. ഇദ്ദേഹത്തിന് മേളിൽ സ്റ്റേച്ചർ ഒക്കെ ഉണ്ട് എന്ന് പാർട്ടി വൈസ് ഉള്ള ആൾക്കാർ കാണും. പക്ഷെ നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലാണ് CPMന് ഭരണമുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയ വ്യക്തി CPMനെ സംബന്ധിച്ച വ്യക്തിയുള്ള ഒന്നാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയൻ പരസ്യമായി ഒരാളോട് മാപ്പ് പറയുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ അതും ഇന്നലെ കേരളത്തിൽ സംഭവിച്ചു. റോബിൻ മാത്യു മഠത്തിൽ ചേരുകയാണ് വിവരങ്ങളുമായി. റോബിൻ മാത്യു മഠത്തിൽ, ഈ ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തകനായി ദുരന്തത്തിന് ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ആളുമായിട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന റഫീഖിനോട് സന്ദർശനത്തിനായി വന്ന റഫീഖ് നല്ല വർക്കാണ് ചെയ്തത് കേട്ടോ. ഇതിൽ CPM കോൺഗ്രസ് BJP ഒന്നുമില്ല. റഫീഖെ ഉള്ള ആൾക്കാർ മാധ്യമങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ല വർക്കാണ് ചെയ്ത് നമുക്കതിനെ ബഹുമാനിക്കാം. കോൺഗ്രസ് ചെയ്താലും മുസ്ലിം ലീഗ് ചെയ്താലും CPM ചെയ്താലും BJP ചെയ്താലും നമുക്ക് അതിനെ റെസ്പെക്ട് ചെയ്യാം. കാര്യം വയനാട് നമ്മുടെ എല്ലാം വേദനയാണ്. പലരെയും വൈകാരികമായി പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് അതിൽ വലിയ ജില്ലാ നേതാക്കൾ മുതൽ താഴെതൊട്ടുള്ള പാർട്ടി അനുഭാവികൾ വരെ ഉണ്ടായിരുന്നു. അതിൽ മമ്മൂട്ടി ഈ രീതിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എൻഡോഴ്സ് ചെയ്യുകയും മാപ്പ് പറയുകയും ചെയ്തത് സത്യത്തിൽ
ഉള്ളു തുറപ്പിക്കുകയാണോ ചെയ്തത്, അതോ പിണറായിക്കെതിരെ വികാരം ഉള്ളു തുറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അനൂപെ, വലിയ ശക്തമായ സൈബർ ആക്രമണത്തിന് പിന്നാലെ തന്നെ മമ്മൂട്ടി റഫീഖിനെ ഫോണിൽ വിളിക്കുകയും പിന്നാലെ തന്നെ ആ ശക്തമായ സൈബർ അറ്റാക്ക് മമ്മൂട്ടിക്കെതിരെ ഒരല്പം കുറയുകയും ചെയ്തതാണ്. നമ്മൾ വിചാരിച്ചത് ഇതെല്ലാം ഒതുങ്ങി എന്നതാണ്. പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി മമ്മൂട്ടിയോട് പൊതുവേദിയിൽ വെച്ച് ക്ഷമ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ വിവാദമായിരുന്നു പുറത്തേക്ക് തോന്നിയതെങ്കിലും അത് പാർട്ടിക്കകത്തുണ്ടാക്കിയ വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെ എക്കാലത്തും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം, അതും ടൗൺഷിപ്പിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും അത് സർക്കാരിന് ഉപകാരപ്പെടേണ്ട ഒരു സന്ദർശനമായിരുന്നു. അത് ഈ രീതിയിൽ എല്ലാം മാറ്റിപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റാരുമല്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ക്ഷമ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മമ്മൂട്ടിയോടുള്ള സൈബർ ആക്രമണം ഒഴിവായി പകരം അത് മുഖ്യമന്ത്രിയിലേക്ക് ഒരു ഘട്ടത്തിൽ തിരിയുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പരസ്യമായി ക്ഷമ പറഞ്ഞു എന്നതാണ്. സൈബർ കടന്നലുകളെ തിരുത്താൻ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിയത് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർക്ക് ഉൾപ്പെടെ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മമ്മൂട്ടിക്കൊപ്പമല്ല, മുഖ്യമന്ത്രിക്കൊപ്പമല്ല, ജില്ലാ സെക്രട്ടറിക്കൊപ്പമാണെന്ന് പറയുന്ന കൗതുകരമായ കാര്യമൊക്കെ പല ആളുകളും ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഈ സൈബർ ആക്രമണത്തിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന ചില പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തകർ അല്ലെങ്കിൽ പുരോഗമന പ്രവർത്തകർ എന്നൊക്കെ നമ്മൾ കരുതുന്ന ആളുകളൊക്കെ, അവരൊക്കെ കൈ ഒഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് തിരുത്തിയതോടുകൂടി. പക്ഷേ പ്രവർത്തകരിൽ ഒരു വിഭാഗം ഇപ്പോഴും ശക്തമായി തന്നെ അത് മുഖ്യമന്ത്രിക്കെതിരെ കൂടി വിമർശനം ഉന്നയിച്ചുകൊണ്ട്, രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഇട്ടും കമന്റുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധി സമാനതകൾ ഇല്ലാത്തതാണ്. പ്രത്യേകിച്ച് CPM-ൽ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം രണ്ട് ഭാഗത്ത്, ഒരു ഭാഗത്ത് ജില്ലാ സെക്രട്ടറി നിൽക്കുന്നു, മറുഭാഗത്ത് പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മമ്മൂട്ടി മെഗാസ്റ്റാർ തന്നെ നിൽക്കുന്ന സാഹചര്യം. ആരെയും തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു CPM നേതൃത്വം ഉണ്ടായിരുന്നത്. എന്തായാലും അണികൾ ഒറ്റതിരിഞ്ഞ് മമ്മൂട്ടി ആക്രമിക്കുന്നുണ്ടെങ്കിലും നേതൃത്വം അതിനൊന്നും ഇറങ്ങിയിരുന്നില്ല. ആകെ മുഹമ്മദ് റിയാസ് മാത്രമാണ് കുറച്ചെങ്കിലും ഒക്കെ മുഹമ്മദ് റഫീഖിനെ പിന്തുണച്ചുകൊണ്ട് പ്രതികരണം മറ്റും നടത്തിയത്. മന്ത്രി രാജീവ് എന്തായാലും മമ്മൂട്ടിയെ മാത്രം പിന്തുണച്ചിരുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പരസ്യമായി ക്ഷമ പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനത്തോടൊപ്പം തന്നെ ചില ആളുകൾക്ക്, ഒരു വിഭാഗം പ്രവർത്തകരൊക്കെ തന്നെ എന്തായാലും മുഖ്യമന്ത്രി എടുത്ത സ്റ്റാൻഡ് കറക്റ്റാണ്, കൃത്യമാണ് എന്നടക്കം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന പൊല്ലാപ്പ് കുരുക്ക് CPM-ന് ചെറുതൊന്നുമല്ല എന്നത് വ്യക്തം തന്നെയാണ്. അതായത് യഥാർത്ഥത്തിൽ ഇതിൽ മുഖ്യമന്ത്രി വേഴ്സസ് CPM-ന്റെ ഈ സൈബർ സഖാക്കൾ എന്ന് പറയുമ്പം ഒരു സംശയവും വെക്കണ്ട, അതിൽ മുഖ്യമന്ത്രിയാണ് ശരി. എനിക്ക് ശ്രീ പിണറായി വിജയനോട് യാതൊരു മമതയോ അനുഭവം ഇല്ലാത്ത വ്യക്തിയാണ്, അദ്ദേഹത്തെ നിരന്തരം വിമർശിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നല്ല മാതൃകകൾ കാണുമ്പോൾ നമ്മൾ അഭിനന്ദിക്കണം. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും. ഇതിൽ സംശയമൊന്നുമില്ല, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശരി. മമ്മൂട്ടി അറിയപ്പെടുന്ന CPM അനുഭാവിയാണ്, CPM-ന്റെ വോട്ടറാണ്. ശ്രീ മമ്മൂട്ടി തികച്ചും ഉദ്ദേശശുദ്ധിയോടുകൂടി അവിടെ ചെന്ന് പറയുന്നതാണ്, ഞാനിനി നിങ്ങൾ വിളിച്ചിട്ട് വരികയാണെന്ന് നാട്ടുകാർ വിചാരിക്കും, അതുകൊണ്ട് മാറി നിന്നു എന്ന് വളരെ ചിരിയോടുകൂടി പറയുന്നതാണ്. അല്ലാതെ ധാർഷ്ട്യത്തോടുകൂടി മാറി നിൽക്കാൻ പറയുന്നൊന്നുമല്ല. അദ്ദേഹം അത് സൈലന്റ് ആയിട്ട് സൈഡിൽ നിന്ന് പറയുന്നതാണ്, അവിടുത്തെ ഒരു മൈക്ക് പിടിച്ചെടുത്തതാണ്. അപ്പോൾ അതിന് ഈ രീതിയിൽ മമ്മൂട്ടി ആക്രമിക്കുന്നത് തെറ്റാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിലപാടാണ് ശരി. ഇപ്പോൾ മുഖ്യമന്ത്രി ആക്രമിക്കുന്ന CPM-ന്റെ സൈബർ കൂട്ടങ്ങളുടെ നിലപാട് തീർച്ചയായും തെറ്റാണ്. ഇത് പോസിറ്റീവാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് ക്ഷമ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അത് അവരുടെ നിലവാരം, അവരുടെ സ്റ്റേച്ചർ ഉയരത്തേ ഉള്ളൂ. അത് ശ്രീ പിണറായി വിജയന്റെ നന്മയാണ്. പിണറായി വിജയനെ ശ്രീ 100 കാര്യങ്ങൾ വിമർശിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം കാരണം പലതവണ ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ്, ശബരിമല പ്രക്ഷോഭം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരെ. പക്ഷേ അദ്ദേഹം തന്ത്രി കാര്യത്തിലൊക്കെ ചെയ്ത് തെറ്റാണ്. ഈ കാര്യത്തിൽ അദ്ദേഹം ചെയ്തത് നല്ലതാണ്. തെറ്റ് പറ്റിയാൽ ക്ഷമ ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം.